ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കോഴ്സിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ SNGO പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെ പറ്റിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും SNGOന്റെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പോൾ ഈ കോഴ്സുകളെ പറ്റി നിങ്ങളുടെ സംശയങ്ങളായ സെമസ്റ്റർ രജിസ്ട്രേഷൻ, സെൻട്രൽ ചേഞ്ച്, പ്രോഗ്രാം ചേഞ്ച്, സ്റ്റഡി സെന്റർ ചേഞ്ച്, മിസ്സിംഗ് രജിസ്ട്രേഷൻ, അസൈൻമെന്റ് സബ്മിഷൻസ്, എക്സാമിനേഷൻ റിക്വസ്റ്റ്, സ്റ്റഡി മെറ്റീരിയൽസ് തുടങ്ങി എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരമാണ് നമ്മുടെ ഇന്ദിര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ ഇനിയിപ്പോ നെക്സ്റ്റ് നമ്മളെ കോഴ്സുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് BA എന്നുള്ളതിൽ BA ഇംഗ്ലീഷ് ഉണ്ട്, BA എക്കണോമിക്സ് ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, അറബിക്സ് ഉണ്ട്, BA മലയാളം അത് ഡിഗ്രി BA ലെവലിലാണ്. പിന്നെ BBA, BCom, BCA, പിന്നെ PG സെക്ഷൻ അതുപോലെ MBA, MCom, MA എന്നീ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ. ആ ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള ഷോർട്ട് നോട്ട്സുകൾ, അസൈൻമെന്റ് സപ്പോർട്ടുകൾ, ഓറിയന്റഡ് ലൈവ് സെഷൻസ്. ആ ലൈവ് സെഷൻസ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻസ് ആണ്. അങ്ങനെയുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ഞങ്ങൾ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ സബ്ജക്ട് എക്സ്പേർട്ടുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ എല്ലാ സമയവും നിങ്ങളുടെ ഏത് സംശയവും ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഞാനിവിടെ ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് BA ഇംഗ്ലീഷിനെ കുറിച്ചാണ്. BA ഇംഗ്ലീഷ് എന്നുള്ളതിൽ നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ പേരെന്ന് പറയുന്നത് കണ്ടംപററി ലിറ്ററേച്ചർ ആണ്. ലിറ്ററേച്ചർ ഇൻ കണ്ടംപററി വേൾഡ് എന്നുള്ളത് അതിൽ നമുക്ക് 6 ബ്ലോക്കുകളാണുള്ളത്. ആ 6 ബ്ലോക്കിൽ തന്നെ നമുക്ക് മാർക്ക് നേടേണ്ടത് 100 ആണ്. നമ്മുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 70 തിയറീസിനും 30 അസൈൻമെന്റ് വൈസ് ആണ്. അതിൽ തന്നെ അസൈൻമെന്റ് എന്ന് പറയുന്നത് 2 അസൈൻമെന്റ് സബ്മിഷൻ ആണ് നമുക്കുള്ളത്. അതാണ് BA ഇംഗ്ലീഷിന്റെ പ്രൊസീജിയർ. ഓക്കെ, നമ്മളിപ്പോ ഇതിലേറ്റ ബ്ലോക്കിലേറ്റ ഫസ്റ്റ് ഒരു യൂണിറ്റ് ആണ് നമ്മുടെ മാസ്കുലർ വെർജിൻ എന്നുള്ള സാറാ ജോസഫിന്റെ ഒരു നല്ലൊരു സ്റ്റോറിയാണ്. സാറാ ജോസഫിന്റെ സ്റ്റോറി നമുക്ക് അറിയുന്നതാണ്. നമ്മുടെ കേരളീയ ആയിട്ടുള്ള ഒരു പോയറ്റസ് ആണ് സാറാ ജോസഫ് എന്ന് പറയുന്നത്. ആക്ടിവിസ്റ്റ് ആണ്, വുമൺ ആക്ടിവിസ്റ്റ് ആണ്. അങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ വിഷയങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഒരു പൊരുതിയിട്ടുള്ള ഒരു റൈറ്റർ ആണ്. അതെന്ന് പറഞ്ഞത് സാറാ ജോസഫ് എന്ന് പറയുന്നത്. ആ മാസ്കുലർ വെർജിൻ എന്നുള്ളത് ഒരു സ്റ്റോറിയാണ്, നല്ലൊരു സ്റ്റോറീസ് ആണ്. ഒരു ഫാമിലി, ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ, കോട്ടയത്തുള്ള ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നടക്കുന്ന സമകാലീനമായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിലുള്ള ഒരു കുടുംബത്തിൽ നടന്നിട്ടുള്ള ഒരു കഥയാണ് ഇതെന്ന് പറയുന്നത് മാസ്കുലർ വെർജിൻ എന്ന് പറയുന്നത്. ആ ഫാമിലിയിൽ എന്ന് പറഞ്ഞാൽ ഒരു അച്ഛൻ, ഒരു അമ്മ, അനിയൻ, പിന്നെ നമ്മുടെ കഥാപാത്രമായ ഗേൾ എന്നുള്ള കുട്ടിയാണ്. അത് വെർജിൻ ആയിട്ടുള്ള ഒരു ഗേൾ എന്നുള്ള കുട്ടിയാണ്. വെർജിൻ, മാസ്കുലർ വെർജിൻ എന്നാണ് അതിൽ അവരുടെ പേര് പറയുന്നത്. അപ്പോ ഇതിലെന്ന് പറയുന്നത് അച്ഛൻ എന്ന് പറയുന്നത് അന്നന്നത്തെ ജീവിതത്തിന്, അതായത് അവരുടെ വരുമാനം എന്ന് പറയുന്നത് അന്നന്ന് കൊണ്ട് നടക്കുക എന്നുള്ളതും അതില് ആ ഒരു വരുമാനം അവർ സമ്പാദ്യമായിട്ട് ശേഖരിക്കുകയും മകളെ വിവാഹം കഴിപ്പിച്ചയക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് അവരുടെ ആ വരുമാനത്തിൽ നിന്ന് പോലും അവരത് ബാങ്കിലൊക്കെ സേവ് ചെയ്ത് അങ്ങനെ ഒരു സന്തോഷപരമായിട്ടുള്ള ഒരു ഫാമിലിയിലാണ് ഇതെന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ ഫാമിലി എന്ന് പറയുന്നത്. അതില് അപ്പൊ ഒരു ദിവസം ഇവരെ ഗ്രാൻഡ് മദർ വരികയാണ്, ഇവരെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ ഗ്രാൻഡ് മദർ വീട്ടിലേക്ക് വരുമ്പോൾ അവർ സപ്പർ കഴിക്കുകയാണ്. അപ്പൊ കഴിക്കുന്ന സമയത്ത് അനിയൻ എന്താ പറയുന്ന വെച്ചാല് അനിയൻ ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അനിയൻ ഹോംവർക്ക് ചെയ്യുമ്പോഴേ അതിലുള്ള ഇതിലെന്ന് വെച്ചാൽ ചോദിക്കുന്നുണ്ട് വെർജിൻ എന്നുള്ളത് ഒരു സ്റ്റഡി നോട്ട്സ് ആണ് അനിയൻ എഴുതുന്നത്. അപ്പൊ അച്ഛനോട് അനിയൻ ചോദിക്കുകയാണ്, അച്ഛാ വെർജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ആ ഡൈനിങ് ടേബിളില് ആകെ ഒരു സൈലൻസ് ചെയ്യാണ്. ആ സൈലൻസിൽ എന്ന് പറയുന്നത് അമ്മ അപ്പോഴാരെയും നോക്കുന്നുണ്ട്, ഈ ഗേളിനെ നോക്കുകയാണ്, മാസ്കുലറിനെ നോക്കുകയാണ്. ആ മാസ്കുലറിനെ നോക്കുമ്പോഴത്തേക്കും മാസ്കുലറിന്റെ കണ്ണുകളൊക്കെ എന്ത് ചെയ്യാ ആകെ ഈ 2 മുഖമൊക്കെ വളരെ വെളുത്തിരിക്കുകയാണ്. അപ്പൊ ഗ്രാൻഡ് മദറും വളരെ ശ്രദ്ധിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റി ഇവർക്ക് ഈ വെർജിൻ എന്ന വാക്ക് കേൾക്കുമ്പോഴേ എന്ത് പറ്റി എന്നുള്ളത് ഈ അമ്മയെയും ഗ്രാൻഡ് മദറിനെയും ടെൻഷൻ ആക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം അച്ഛൻ ഭക്ഷണം കഴിക്കാണ്. അനിയൻ ഇതൊന്നും അറിയാതെ വീണ്ടും ആ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുകയാണ്, എന്താണ് വെർജിൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ സംഭാഷണം അവരവിടെ എങ്ങനെയൊക്കെയോ ഒതുക്കി തീർത്തതിന് ശേഷം ഇവർ ഉറങ്ങാൻ വേണ്ടി അമ്മ മകളെയും വിളിച്ച് അവളുടെ റൂമിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോ ആ സ്റ്റോറിയിൽ മാസ്കുലർ വെർജിൻ എന്നതില് അവര് ഒരു ഗേളിന് വരുന്ന വെർജിനിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മുടെ മാസ്കുലർ വെർജിൻ എന്നുള്ള ആ സ്റ്റോറിയിൽ സാറാ ജോസഫ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ ആ സൊസൈറ്റിയിൽ വെർജിൻ
വെർജിനിറ്റി എന്നതിൻ്റെ പ്രസക്തിയും അത് നേരിടുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയുമാണ് നമുക്ക് ആ മാസ്കുലർ വെർജിൻ എന്നുള്ള സ്റ്റോറീസിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ.